ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എപ്പിസോഡ് 3 അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നമ്മുടെ സാൻ മച്ചാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ YZRD ആക്കാൻ YRD മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും YZRD ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ നിങ്ങൾക്കുള്ള വേറൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോൺ ഏരിയ അടിപൊളിയാക്കി ഒന്ന് റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ലുക്കാണ്. ഓട്ടോമാറ്റിക്കൽ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്പോൺ ഏരിയ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ അതിലൂടെ കയറുമ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തും. ഇവിടെ മീനുക്കുട്ടി ഉണ്ട്. ഇന്നത്തെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് മീനുക്കുട്ടിക്ക് നമ്മൾ സാൻ മച്ചാൻ കമൻറ്റ് ചെയ്താണ് മീനുക്കുട്ടിക്ക് വേണ്ടി ഒരു വീട് പണിയാൻ. അപ്പോൾ നമ്മൾ ഏതായാലും മീനുക്കുട്ടിക്ക് വേണ്ടി ഒരു വീട് പണിയാനുള്ള റിസോഴ്സസ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നമ്മളെന്തായാലും നമുക്ക് മീനുക്കുട്ടിക്ക് വേണ്ടി വീട് പണിയണം. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ സ്പോൺ ഏരിയ. ഇത് ഈ ഒരു സ്പോൺ ഏരിയ നമ്മുടെ YS മച്ചാൻ കണ്ടിട്ടില്ല. നമ്മൾ YS മച്ചാൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു നോക്കാം. പിന്നെ നമ്മൾ മീനുക്കുട്ടീൻ്റെ വീട് പണിയാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്താണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു വില്ലേജ് മൊത്തം പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇവിടെയാണ് പണിയാൻ പോകേണ്ടത്. സോ അതൊക്കെ പിന്നെ നമുക്ക് ഫസ്റ്റിന് YS മച്ചാൻ്റെ ഉണ്ട് ഈ സ്പോൺ ഏരിയ ഒന്ന് റീബിൽഡ് ചെയ്തത് കാണിച്ചു കൊടുക്കാം. സോ നമ്മളേതായാലും YS മച്ചാൻ്റെ അടുത്ത് എത്തിന്. YS മച്ചാൻ, ഹലോ. നീ എപ്പോഴാണ് നെതർന്നെത്തിയേ? നീ പറന്നിട്ടല്ലേ കൊണ്ടുവന്നേ? അപ്പോൾ നീ മറ്റേ ഇത് ശ്രദ്ധിച്ചില്ലല്ലോ. ഇങ്ങോട്ട് വരാം, സമ്മാനം അത് ഇതുണ്ട്, ഒരു ഇതുണ്ട്. നീ നമ്മുടെ ഒരു സ്പോൺ ഏരിയക്ക് ഒന്ന് നോക്കിയാ. സ്പോൺ ബിൽഡ് ഓക്കെ. നമുക്ക് ഇതാ ഇവിടെയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ ഒന്ന് ലാൻഡ് നോക്കാണ്ടായിരുന്നു. ഇങ്ങനൊന്നും എല്ലാം ഉള്ളോട്ട് കയറിയേക്ക്, ഉള്ളോട്ട് ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. ഇവിടെ നമ്മൾ കുറച്ച് ആൻസിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ സയാൻ മച്ചാൻ ഇഷ്ടപ്പെട്ടുള്ള ഓറഞ്ച്. അപ്പോൾ മൂപ്പര ബെഡ്, പിന്നെ നമ്മളെ YS മച്ചാൻ്റെ ബെഡ്, പിന്നെ ഇതിൻ്റെ ബെഡ് നീല. ഇപ്പം അവിടെ സെറ്റ് ചെയ്യണ്ട, പോലെ സെറ്റ് ചെയ്താൽ മതി ഗൈസ്. ഇത്രക്കാണ് നമ്മളെ സ്പോൺ ഏരിയ കുറച്ച് റീബിൽഡ് കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ YS മച്ചാൻ, ഇന്നത്തെ നിൻ്റെ പരിപാടി എന്താ? സാൻഡ്. അപ്പം ഇന്നും വൈറ്റ് കോൺക്രീറ്റ് ഫുള്ളാക്കൂല. കോൺക്രീറ്റ് വൈറ്റ് കോൺക്രീറ്റ് ഫുള്ളാക്കും. പൗഡറായിട്ട് വെള്ളത്തിൽ വെച്ച് പൊടിക്കുന്ന നിസ്സാരമല്ല. അങ്ങനെ സോ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും ഒരു ചെറിയ ഡിസൈൻ ഇന്നലെ ആലോചിച്ചപ്പോൾ എടാ കൊളാടി. ഷീൽഡ് മാറ്റിക്കോ. നീ ഇനി ഇവിടെ വേണ്ട. നമുക്ക് YS വേണ്ട. മീനുക്കുട്ടി ഇതിനു വേണ്ടി ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടുന്നതാണ് ഗൈസ്. ആ ചെങ്ങൈക്കൊന്ന് നിന്നെ ഇനി സ്പോൺ ഏരിയയിൽ കണ്ടുപോയത്. ജസ്റ്റ് എന്തിനാ തുറക്കുന്നത്? ഇതിലൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ തുറക്കുന്നേ ഗൈസ്? ഇനി നമുക്ക് എടുക്കാനും ഇതാണ് ഗൈസ്. എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അറിയോ. നിന്നെ കൺമുമ്പിൽ കാണണ്ട. ഇനി വൈറ്റ് കോൺക്രീറ്റ് എനിക്ക് കൊണ്ട് തരാൻ മാത്രം നീ നിന്റെ അടുത്തോട്ട് വന്നാൽ മതി ഗൈസ്. അവൻ നമ്മളെ മീനുക്കുട്ടിനെ കൊന്ന്. ഇനി സ്പോൺ ഏരിയ തന്നെ കണ്ടുപോരുത്. അവിടുന്ന് മാറ്റി റീസ്പോൺ എൻ്റെ വീട്ടിൽ പോയി സെറ്റ് ചെയ്തോണ്ടി ഗൈസ്. ഇനി വേണ്ട ഗൈസ്. തൊട്ടടുത്ത് ജംഗിൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ കുറച്ച് ഇത് കൊണ്ടുവരാം. നിൻ്റെ അടുത്ത് വേണ്ട, ഒന്നുമില്ല. സീഡ് നമുക്ക് തന്നെ കൊണ്ട് നോക്കിയിരിക്കാം ഗൈസ്. ഇതൊക്കെ ഒന്ന് മുറിച്ചാൽ ചിലപ്പോൾ സീഡ് കിട്ടും. നീ ആദ്യം പോയി വൈറ്റ് കോൺക്രീറ്റ് ഒപ്പിക്കിട്ടോ. ടൈം നേരം ഇതിനനുസരിച്ച് ഇത് കുറയും കേട്ടോ. YS മച്ചാൻ YS നമ്മൾ മീനുക്കുട്ടിനെ കൊന്നു ഗൈസ്. പിന്നെ ചെറിയ റിവെഞ്ച് ആണ് ഗൈസ്.
നീ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ബീച്ച് ഏരിയ അല്ലേ, അവിടെ പോയിട്ട് ആ സാൻഡൊക്കെ കളക്ട് ചെയ്തോ. സോ ഗൈസ് നമ്മളേതായാലും മീനുകുട്ടിനെ കണ്ടെത്തിയിട്ട് കാണാം. ഗൈസ് നമുക്ക് മീനുകുട്ടിനെ കിട്ടി. ഇതാ അവിടെ മീനുകുട്ടി, താഴത്തോട്ട് വാ. ഗൈസ് കുറച്ച് അത്യാവശ്യം കുറേ നേരം ആയില്ല ഗൈസ്, കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ മീനുകുട്ടി ഉണ്ട്. ഇത് മീനുകുട്ടി തന്നെ ഗൈസ്, കുറേ ടൈം ചെയ്ത്. ഓക്കെ ഗൈസ് നമുക്ക് മീനുകുട്ടീനെ തോളത്ത് കയറ്റാം. ഓക്കെ, മീനുകുട്ടി നമ്മളെ തോളത്തായിട്ടുണ്ട് ഗൈസ്. ഇതിനെ കൊണ്ട് പറക്കാനും സാധിക്കില്ല. നമ്മളേതായാലും മീനുകുട്ടിനായിട്ട് ഗൈസ് നമ്മൾ ബേസിലെത്തിയിട്ട് കാണാം. സോ ഗൈസ് നമ്മൾ മീനുകുട്ടിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഗൈസ് നമുക്ക് ഈ ഒരു സാധനം മൊത്തം പൊട്ടിച്ച് മാറ്റിയിട്ട്, സോ അതിന് മുമ്പ് നമുക്ക് ബ്ലൂ കാർഡൻറ്റ് മേടിക്കണം ഗൈസ്. നമ്മളെ ഡയമണ്ടും ഉണ്ട്. മീനുകുട്ടി ഇവിടെ ഇരിക്കത്തില്ലേ? നമുക്ക് ഇവിടെ മീനുകുട്ടി എന്ന് പേരും കൊടുക്കണം. ഗൈസ് കുറച്ച് ലാൻഡേർഡും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ജംഗിളിൽ പോയിട്ട് മറ്റേ എടുക്കാണ്ടായിരുന്നു. ഗൈസ് അത് ഇവിടെ ഉണ്ടോ അറിയത്തില്ല. ഇതങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, ഇതെടുക്കാം. കിട്ടില്ലേ? 4 കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ വേണം നമുക്ക് കടയിൽ പോയിട്ട് വയസ്സിൻ്റെ വീഡിയോ നമുക്ക് മറ്റേ ബ്ലൂ കോൺക്രീറ്റ് മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ലാൻഡേൺ വയസ്സിൻ്റെ കടയിൽ നിന്ന് ഞാൻ ഇതിന് മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡേൺ ഇപ്പോൾ എത്ര വയസ്സിൻ്റെ കടയിൽ ഗൈസ്? 32 ഒരു ഡയമണ്ട് അല്ലേ, ആദ്യം ഒരു സ്റ്റാക്കും ഡയമണ്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ച് കഴിഞ്ഞു ഗൈസ്. നമുക്കതാ ബ്ലൂ കോൺക്രീറ്റ് ഇതാ അവിടെ ഉണ്ട് ഗൈസ്, നമുക്കതായാലും അതെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കോഴിക്കളെ വന്നിരുന്നു ഗൈസ്, ഞാൻ സൈഡ് ഒപ്പിക്കാൻ പോകും. പിന്നെ നമ്മളതിൽ നമ്മൾ ആവശ്യമുള്ള ലാൻഡേണും. ഓക്കെ, നമുക്ക് എന്തായാലും അതിൽ നിന്ന് പോയി ക്രാഫ്റ്റ് ചെയ്ത് വരാം. നമുക്ക് ഏതായാലും ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് സ്പോൺ ഏരിയൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകാം. ഓക്കെ, അതൊരു വേറൊരു തന്നെയാണ് ഗൈസ്. അങ്ങനെ സ്പോൺ ഏരിയൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയി ഇതിലൂടെ നമ്മളെത്തും. ഈ വഴി ഞാൻ ഇങ്ങനെയല്ലേന്ന് ഗൈസ്, ഞാൻ കുറച്ചുകൂടി വലിപ്പം കൂട്ടിയിട്ട് ഇങ്ങനെ ആക്കിയതായിരുന്നു. അത്യാവശ്യം കുറേ നേരം ഈ ഒരു സ്പോൺ ഹൗസിൻ്റെ മുമ്പിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ ഇതിൽ സീഡ് വെച്ച്. നമുക്കൊരു നെയിം ടാഗ് വേണം, ലാൻഡേൺ വേണം. സീഡ് എടുത്തിട്ട് നമുക്ക് ടോപ്പ് കൊണ്ടുവയ്ക്കാം. നെയിം ടാഗ് നമുക്കിപ്പോൾ തന്നെ പോയി സെറ്റ് ചെയ്യാം. ഇതൊന്നും അതില്ല. കേവീസ് ഒന്നാക്കിയിട്ടിട്ടുണ്ട്. എവിടെ ഒന്നഴക്കാം. പേര് മാറ്റിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ മീനു കുട്ടി എന്ന് പേരിട്ടു. ഇനി നമുക്ക് പുറത്തോട്ടേക്ക് പോവാം. എന്താ അത് ഇത് ചെസ്റ്റ് കൊണ്ട് വെച്ചാൽ അവിടെ ഗൈസ്. നമ്മുടെ 2 നെതറേറ്റ് അവിടെ വെറുതെ കിടക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം. മറ്റേ നമുക്ക് സാധനം ഇതെങ്ങനെ ഉണ്ടാക്കുക? അയണും പിന്നെ ഒരു ബ്ലൂ ടോർച്ചും ടോർച്ച് അതെങ്ങനെ ഉണ്ടാക്കുക? ഒരു സോൾ സാൻഡ്, ഒരു കോള്, ഒരു സ്റ്റിക്ക്. സോൾ സാൻഡ് എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഞാൻ ഐറ്റംസ് ഒക്കെ നോക്കിച്ച് അല്ലാണ്ട് ഗൈസ് നമുക്ക് തന്നെ എടുക്കാം. ബയസ് വെച്ചാൽ അവിടെ ഉണ്ട് സാധനം എടുത്തോട്ടെ. നമുക്ക് അവന് എന്തായാലും ടൈം കൊടുക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് മറ്റേ നെയിം ടാഗ് കൊണ്ടാണ് ഗൈസിൽ. ഓക്കെ, നമുക്ക് മറ്റേ സോൾ സാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എടുത്തതിന് ശേഷം സോൾ സാൻഡിൽ ഉണ്ടാവുമല്ലോ ഗൈസ്. ഇതാ സോൾ സാൻഡ് ഉണ്ട്, സോൾ സോയിൽ.
ഇതുണ്ട്. പിന്നെ ഇതാ നമുക്ക് വേണ്ടി ഗാസിനെ കൊന്ന കിട്ടുന്ന അതുണ്ട്. 5 എണ്ണമല്ലേ, 8 എണ്ണം വേണ്ടേ. ഇതാ അത് 9 നെഗറ്റല്ലേ, ഇത് 5 എണ്ണം ഉള്ളു ഗാസിനെ കൊന്ന്. പക്ഷെ നമുക്ക് എല്ലാ ജസ്റ്റ് കൊണ്ട് എടുത്ത് വെക്കണം. ഇത് 6, 2 എണ്ണം കൂടി ഇട്ടിൻ്റെ നമുക്ക് ഇവിടെ ഇല്ല. ഇതില് നെഹി നമുക്ക് ഏതായാലും ഗാസിനെ കൊല്ലാൻ പോകേണ്ടി വരും. മൂന്നെണ്ണല്ലേ ഉണ്ട്, അതെ 3 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഗോൾഡൻ ആർമർ ഇടണം. ഇനി ഗാസിനെ കൊല്ലാൻ പോകണം. അപ്പോൾ സോൾസിൻ്റെ നമ്മൾ എന്തായാലും കിട്ടീന്. നമുക്ക് എന്തായാലും ആ ലാൻഡേൺ ഇപ്പം ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷെ നമുക്ക് മറ്റേ ടോർച്ച് ഉണ്ടാക്കി വെക്കണം. അടുത്ത് കോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നെയിം ടാഗ് കൊടുക്കണ്ട, കൊടുക്കുക കഴിച്ചാൽ കൊടുക്കാം. ടൈം ഉണ്ടല്ലോ. എവിടെ സ്റ്റിക്ക് എടുക്കാം. ഇതിപ്പോൾ സീജസ് പെട്ടെന്ന് നമുക്ക് പിന്നെ മാറ്റാം. ഒരു ഫ്ലിൻ്റെല്ലാം ഒരു കോള് നമ്മൾ സ്മെൽറ്റിങ് കയ്യിലുണ്ട്, സോൾസ് കയ്യിലുണ്ട്. സ്മെൽറ്റിൻ്റെ ഇതിലെടുത്തിട്ട് എടുക്കാം. ഇവിടെ ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കിയില്ല. ഇവിടെ വന്നിട്ട് നമുക്കൊരു ടോർച്ച് ഒരു 4 എണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. ബാക്കി ഐറ്റംസ് ഇതിൽ തന്നെ വെക്കാം. ഇവിടെ ഇതെല്ലാം ഇവിടെ വെക്കാം. നമുക്ക് നമ്മുടെ നെതറിൻ്റെ വെട്ടിയിട്ട് കൊണ്ട് ഈ സോൾസ് ഓയിൽ കൊണ്ട് വെക്കാം. നെതറിൻ്റെ വെട്ടി ഇതോടെ വെക്കാം. ഇതിൽ ഗാസിൻ്റെ ഇല്ലല്ലോ, ഞാൻ ഗാസിൻ്റെ ഇവിടെ വെച്ചിരുന്നു. വെറുതെ ഗാസിനെ കൊല്ലണ്ടല്ലോ. ശേഷം ഗാസിനെ പോയി കൊന്നുവരാം. ശേഷം നമ്മൾ ഗാസിൻ്റെ അടുത്ത് ഈ പോർട്ടിൽ നെതറിലേക്ക് മറ്റേ ജംഗിളിലേക്ക് പോണത്. ഇത് മറ്റേ നമ്മളെ എക്സ്പിയിലേക്ക് പോകുന്നത്. ഗാസ് ആവശ്യമുള്ള സമയത്തിന് ഒറ്റൊന്നും ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഇത് ഗാസിനെ കൊന്നാൻ കിട്ടുന്നില്ലേ? എവിടെ ഗാസ്? ഇവിടെ ഉണ്ട്. നൈസ്. ഞാൻ ഏതായാലും വന്നു തീർത്താട്ട് അടിക്കടാ. അവിടേക്കല്ലടാ, ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ അല്ലേ തീർന്നിട്ടുണ്ട്. ഓരോ പോലെ ഇവിടെ ഇങ്ങോട്ട് വരട്ടെ. ഫുള്ള് ഇപ്പോൾ ഗാസ്റ്റാണ്. വരട്ടെ ഇവിടെ വെറുതെ. ഏതായാലും കുറച്ച് ഗാസ്റ്റിൻ്റെ വന്നിട്ട് ഇപ്പം തന്നെ അതിൻ്റെ 6 എണ്ണമായി. 2 എണ്ണം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ കൊന്നിട്ടാണ് ഇറങ്ങിയാൽ. സോ ഗൈസ്, നമുക്ക് ഏതായാലും അങ്ങനെ അവസാനത്തെ ഗാസിനെ കൊന്നതാ. ഈ സാധനം ഡ്രോപ്പ് ചെയ്ത് നമുക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ മറ്റേ നീല ലാൻഡേണില്ലേ, ഇതുണ്ടാക്കാനുള്ള റിസോഴ്സസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യും. സോ അത് ഞാൻ കളക്ട് ചെയ്തു. 8 ഓക്കെ. അതിലിപ്പോൾ എത്ര 8 അതുണ്ട്. ഞാൻ ഗാസിന് ചില ഗാസിന് അവിടെ കുറേ തീയില്ലേ ഗൈസ്, അതിലേക്ക് വീണു. സോ നമ്മൾ എന്തായാലും പോയിട്ട് ആ ലാൻഡ് ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ ടോർച്ച് കാരണം എല്ലാം ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് എന്താ നീങ്ങിപ്പോകും. ലാൻഡ് ഐറ്റംസ് ഒക്കെ അല്ലോ. പിന്നെന്താ? എന്താണ് ഗൈസ്, പൊട്ടനായിരുന്നു ഞാൻ. പാട്ടുപാടായ അയ്യണ്ണ കിട്ടഴിഞ്ഞത് ഞാൻ ഗാസ്റ്റിൻ്റെതാണെന്ന് വിചാരിച്ച് പോയി. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. എവിടെ നമ്മൾ അയൺ പെട്ടി ഇതാണ് പറഞ്ഞത്. ഒരു കാര്യം നല്ലപോലെ നോക്കാണ്ട് പോയിട്ട് എങ്ങനെ ഇരിക്കുന്നു. കൂടെ വെച്ചാൽ
നമ്മളേതായാലും ഒരു അയൺ എടുത്തിട്ടുണ്ട്. അയണൊക്കെ ഇട്ടായിരുന്നു, അത് എപ്പോഴും ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ബസ് നമുക്ക് ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ക്രാഫ്റ്റിൻ്റെ അവിടെ എടുക്കാം. ഇത് കാണാം കീ നമ്മളേതായാലും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് പോരല്ലോ, പക്ഷെ ഒന്ന് പോരാ, അഞ്ഞും വേണം. 2 മതി നമുക്ക്. ഓക്കെ, എടുത്ത് 9 നഗറ്റ്സ് ഒരിതും കൂടെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ബാക്കി നഗറ്റ്സ് ഒന്ന് കയ്യിൽ വെക്കണ്ട. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി നേരെ നമ്മുടെ ആ ഭാഗത്തോട്ടേക്ക് പോവാം. സ്പോണിലൂടെ തന്നെ പോവാം, അതാണ് ഒരു രസം അല്ല ഗൈസ്, അതല്ല എൻ്റെ ശരി. സോ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും ഇവിടെ എത്തിയാണ്. മീനുകുട്ടിക്ക് പേരിട്ട് കൊടുക്കട്ടെ ഗൈസ്. ഞാൻ ഏതായാലും മീനുകുട്ടി, നിന്നെ ഒരുത്തരും തൊടൂല, നിനക്ക് വലിയ ഒരു മീനുകുട്ടി, നിന്നെ ഒരുത്തരും തൊടൂല. നിനക്ക് വേണ്ടി ഞാനൊരു വലിയൊരു വീട്, ഒരു ഇരിക്കാൻ്റെ സ്ഥലം ഉണ്ടാക്കി വെക്കാൻ. അതിൻ്റെ ഉള്ളിൽ വന്ന് ഒരുത്തരും നിന്നെ തൊടൂല മീനുകുട്ടി. ഞാൻ ഫുള്ള് പ്രൊട്ടക്ഷൻ ആക്കി വെക്കും. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഏതായാലും ഈ ഒരു സാധനമൊക്കെ ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മളിതാ മൊത്തം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അടിയിലോട് പൊട്ടിക്കണം. ബാക്കി ഒന്നൊക്കെ അതിൻ്റെ കൊണ്ടുവെക്കട്ടെ. 50 അത് ഇത് ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഫ്ലോർ ഒന്ന് റെഡിയാക്കാം. ഐറ്റംസ് ഇതെല്ലാം ഇരിക്കട്ടെ. പിന്നെ 2 ഡയമണ്ട് ബ്ലോക്ക് വേണം. ഇത് നമുക്ക് നമ്മളെ പെട്ടിയിൽ കുറച്ച് ഡയമണ്ട് ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ മൈൻ ചെയ്ത ഡയമണ്ട് ഞാനെടുത്ത് ഡയമണ്ട് ബ്ലോക്ക് ആക്കിയൊരു ഷോൾക്കറിലൊക്കെ വെച്ചിട്ടുണ്ട്. 2 ഡയമണ്ട്സ്. അപ്പോൾ അതിൽ നിന്ന് 2 ഇതും എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പണിയിലോട്ട് എടുക്കാം. അതിൽ തന്നെ നമ്മൾ 2 ഡയമണ്ട് ബ്ലോക്ക് എടുത്തിട്ട് ഇതൊക്കെ നമുക്ക് പിടിച്ച് മാറ്റാൻ സീനില്ല. ഇടയ്ക്ക് പക്കാട് സെൻറ്ററായിട്ട് വല്ലോ ഇങ്ങോട്ട് വെച്ച് ഇരുന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇത് വെക്കാം. ഇതിങ്ങനെ വെച്ച് ഇവിടെ ഇത് 2, പിന്നെ അവിടെ 1 2 3 4 എണ്ണം ആക്കണം. പിന്നെ പറഞ്ഞുതരാം. ഇതിങ്ങനെ വെക്കുക, ഇതും ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. മൊത്തമല്ല ഗൈസ്, ഇവിടെ അങ്ങനെ ഇതെല്ലാം വെച്ച് ഓക്കെ ഓക്കെ. ഇതിങ്ങനെ വെക്കണോ അതോ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. കാരണം ടൈം കുറച്ച് ഏറിപ്പോവും. ഞാൻ വേറെ ഡിസൈനാണ് നോക്കി വെച്ച്. ഇപ്പം ഇത് രസം ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് പറയാം. പക്ഷെ നമ്മളൊരു പണിയൊക്കെ എന്തായാലും അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നീട് ഇവിടെ നമ്മളെ മീനുകുട്ടീനും ഏഞ്ചലിനും ഇവിടെ നിർത്തണം. എന്നിട്ട് ഇത് അവിടെ 4 ഗ്ലാസ് വേണ്ടി വരില്ലേ. 4 ഗ്ലാസ് എടുത്തതിൻ്റെ ശേഷം നമുക്ക് 4 ഗ്ലാസ് ഓക്കെ. നമ്മൾ അതിൽ 4 ഗ്ലാസ് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വന്നിട്ടെ തുറക്കുക. സ്മെൽറ്റർ ഉണ്ടാവും, അതിൽ കയറി വെച്ചാൽ അതായിക്കോളും. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ 2 സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ ഉന്തി കയറ്റാം. ഇവിടെ വെക്കും. എന്നിട്ട് ഇവിടെ 2 ഗ്ലാസ് വെച്ച് മൂടും. ഇത്ര പോരെ. ഇതിനെന്താ വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ വയസ്സ് മെച്ചാൽ നമ്മളെ മീനുകൂട്ടിനെ കൊന്ന് നമ്മൾ വേറെ മീനുകൂട്ടിനെ എടുത്ത്, അത് കുഴപ്പമില്ല. എന്നാലും വയസ്സ് മെച്ചാന് എന്തെങ്കിലും ചെറുതായിട്ടുള്ളൊരു പണി അങ്ങനെ എന്തൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. വേണ്ട സമയം മീനുകുട്ടിനെ ഇതിലൂടെ കയറ്റാൻ കഴിയുന്നുണ്ട്. കഴിയും ഗൈസ്.
ഓക്കെ, ഈ ഒരു പ്ലാൻ സക്സസ് ആണ്. നമ്മൾ മറ്റേ ഏഞ്ചലിനും കൂടിയും ഇങ്ങോട്ട് കൊണ്ടുവരണം. മീനുകുട്ടേ ഓക്കെ 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 ഇങ്ങോട്ടേക്കാ. ഓക്കെ, നമ്മൾ മീനുകുട്ടീനെ ഇതിൻ്റെ അപ്പുറത്തെ ഏഞ്ചലിനും കൂടി നിൽക്കുക, പണി ചെയ്യും. ഗ്ലാസ് ഫുള്ളായോ? 4 ഗ്ലാസ് ഫുള്ളായിട്ടുണ്ട്. സുഖിയാണ്. ഏഞ്ചലിനും കൂടി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സർക്കിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാമറ ഫുഡാണ് ക്യാമറ എടുത്തിട്ടുണ്ട്. അവിടെ നേരത്തെ ഇവിടാണോ വെച്ചത്? അവിടെ തന്നെ വെക്കാവുന്നതാണ് ക്യാമറ. ഗൈസ്, ഇനി മീനുകുട്ടീൻ്റെ അവിടെ മൊത്തം ക്യാമറ ഒക്കെ വെക്കണം, പോയി ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഗൈസ് എന്തായാലും ഏഞ്ചലിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവനേതാ ഏഞ്ചലിനെ ഇങ്ങോട്ട് കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓടിയിട്ടിടാ. ഓക്കെ, ഏഞ്ചലിനെ ഇരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷെ ബുദ്ധിമുട്ടല്ല, അവനെ ഉന്തി അവനെ കൊണ്ടുപോകാം. നമ്മൾ 2 ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഈ ഗ്ലാസ് വെച്ചിട്ട് ഇതിങ്ങനെ മൂടും. നമ്മൾ ആർക്കും തൊടാനില്ല. നമ്മളെ ഏഞ്ചലും മീനുകുട്ടീനെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ബാക്കി തന്നെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിലേക്കാണ് കൊണ്ട് വെക്കട്ടെ. 2 ക്യാമറ ഉണ്ട്. നമ്മളിതാ ഒന്ന് വെടിയും വെക്കാം. അതേമാതിരി തന്നെ ഇതിന് മുമ്പ് നമ്മുടെ ബ്ലേസിനെ കൊല്ലാൻ പോയി കുറച്ച് ബ്ലേസർ കിട്ടി. അതിനോടൊപ്പം നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചിൻ്റെ പുറയിലും ബാക്കിയുണ്ട്. ഇനി നമുക്കിതാ ഈ സ്റ്റെപ്പ് ഒന്ന് പൊട്ടിച്ച് മാറ്റാം. സ്റ്റെപ്പ് വെക്കണം, പൊട്ടിച്ച് മാറ്റണം. സ്റ്റെപ്പ് വെക്കാം, അവിടെ നിന്നോട്ടെ. ഇപ്പോൾ ഇതിനെ കാണാൻ നമുക്ക് ദൂരത്തുനിന്ന് ഒന്ന് പോയി നോക്കാം, പറന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏതായാലും ഇതാ സാം മച്ചാൻ പറഞ്ഞ മീനുകുട്ടിക്കൊരു വീട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ സ്പോൺ ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് ഗൈസ് ലോങ്ങിൽ നിന്ന് കാണാൻ. ഇത് സ്പോൺ ഏരിയൻ്റെ വീട്ടിൻ്റെ മേലെ കയറി നിന്ന് കാണാൻ. ശേഷം 2 സ്റ്റെപ്പും കൊണ്ട് ചേർപ്പാൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സീനാണ് ഗൈസ്. ഓക്കെ, മീനുകുട്ടീനും ഏഞ്ചലിനും വെച്ചിട്ടുണ്ട് ഗൈസ്. 2 ഡയമണ്ട് ബ്ലോക്കിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇങ്ങനത്തെ ഇതേപോലത്തെ ന്യൂ വീഡിയോസ് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടു. ഹലോ യെസ് മച്ചാ, എവിടെ എത്തി പണിയൊക്കെ? ഇങ്ങനെ വെച്ചാൽ മതി. ആ സോ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. ഇത് ഇവിടെ കാണാനും പോണില്ല. നമുക്കത് പൊട്ടിച്ചിട്ട് അവിടെ ഇവിടെ ഡേറ്റുണ്ട്. കുറച്ച് സിൽക്ക് ടച്ച് കൊണ്ട് തന്നെ ഒരു 3 ഡേറ്റ് എടുക്കാം. സിൽക്ക് ടച്ച് ഇല്ലേ, പൊട്ടാനായിരുന്നു. ഞാൻ വെറുതെ പിക്കാക്സ് എടുത്ത്. ഓ മോനെ, എന്ത് പവറാണ്! ഇറ്റൊന്ന് പൊട്ടിട്ടുള്ളൂ ഗൈസ്. അവിടെ വരെ പ്ലേസ് പൊട്ടും. നമ്മളേതായാലും ഇവിടെ 1 2 3. ഓക്കെ, പറയൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും മീനുകുട്ടിക്കും നമ്മുടെ ഏഞ്ചൽ കുട്ടിക്കും വേണ്ടിയിട്ട് നമ്മൾ 2 അടിപൊളി വീട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ നമ്മൾ സ്പോൺ ഏരിയ അതിൻ്റെ മുമ്പ് സെറ്റ് ചെയ്ത് അടിപൊളി റീബിൽഡ് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ YZRDൻ്റെ പേരും YZRD ആക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അതിൽ ഫുഡ് വെച്ചാവട്ടെ. YZRD പേരൊക്കെ മാറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം.
എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റിൽ പറയണം. ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Drunk and tipsy in the shop, call and curry on the house, vibing with the nut bomb, tripping on a good part.